ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ നമുക്കും സുഖമാണ്. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് പേർക്ക് പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും ഈ കോട്ടക്കുന്ന്. അപ്പം നമ്മളും ഇന്ന് കോട്ടക്കുന്നിക്കാണ് പോയത്. നമ്മൾ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിപ്പെട്ടതാണ്. നമ്മൾ പാസ്പോർട്ട് ഓഫീസിക്ക് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരത്തെ ഒഴിവായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ട് പോവാമല്ലോ എന്ന് കരുതി അങ്ങനെ നമ്മൾ വന്നതാണ്. നമ്മളവിടെ എത്തിപ്പെട്ട സമയം എന്ന് പറയുന്നത് ഒരു 11:30 11:45 അങ്ങനത്തെ ഒക്കെ ഒരു ടൈമിലാണ് അവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ആ സമയത്തൊന്നും അവിടെ അത്ര വലിയ ആളുകളൊന്നും ഉണ്ടായിട്ടില്ലേ. നല്ലതുപോലെ നമുക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. നല്ലതെന്ന് ഉദ്ദേശിച്ചത് വലിയ തിരക്കൊന്നും ഇല്ലാതെ മറ്റു പല ആളുകളെ നമ്മൾ വീഡിയോയിലൊന്നും ഉൾപ്പെടാതെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത്. ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോഴാണ് വരുന്നത്. മക്കളൊന്നും ഈ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. അന്ന് നമ്മൾ വന്നത് ഇതുപോലെ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി മേലെ വന്നപ്പോഴുള്ള ഒരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ ഇത്രയും പേരുള്ളൂ. പിന്നെ ആളുകളുണ്ടോ ചോദിച്ചാൽ ആളുകളുണ്ട്. പിന്നെ ആളുകളില്ലേന്ന് വെച്ചാൽ ഇല്ല. അതുപോലത്തെ ഒക്കെ ഒരു തിരക്കുള്ളതാണ്. അപ്പം നമ്മളെന്ത് ചെയ്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയപ്പോഴാണ് ഒരു മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടത്. അപ്പം നമ്മൾ അവിടെ ഒന്ന് കയറി നോക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ചെറിയ എന്തോ പൈസയാണ് അവിടെ ടിക്കറ്റ്. അപ്പം നമ്മളതെടുത്ത് ഒരു ജയിലിലേക്കൊക്കെ കടക്കുന്ന പോലെ ഒരു സംഭവം, അതിൻ്റെ കവാടം അതിലൂടെ കടന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറി. അപ്പോഴാണ് നമ്മളെ കോട്ടക്കുന്നിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റിയത്. ഇതിൻ്റെ അപ്പുറത്തും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നിയതും നമ്മളെ ടിക്കറ്റിൻ്റെ പൈസ നല്ല മുതലായൊരു സ്ഥലം ഇതാ ഇവിടെയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ പണ്ട് ബാലഭൂമിയിലൊക്കെ നമ്മളെ കുട്ടൂസിനും ഡാകിനിൻ്റെ ഒക്കെ ഒരു ഗുഹ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്ഥലം പോലെ തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് പറയുകയും ചെയ്ത്. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയാൽ കണ്ടത്. പിന്നെ നമ്മൾ പോയതല്ലേ 2-3 ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് എടുത്ത് അതൊക്കെ നമ്മളൊരു മെമ്മറീസ് ആയിരിക്കും. പിന്നെ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. ആ കാണുന്നൊരു സ്ഥലം എന്ന് പറയുന്ന ഒരു മരുഭൂമി പോലെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ പോയി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്തൊന്നും ഈ ഒരു ഏരിയ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഇനി ഉണ്ടായിട്ട് നമ്മൾ കാണാതെയാണോ എന്താണെന്നറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നോ നമുക്ക് ഓർക്കുന്നില്ല. അന്ന് പിന്നെ വൈകുന്നേര സമയത്താണ് വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിട്ടാണ് ഇത് തോന്നിയത് കേട്ടോ. നമ്മളെ പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന ഒരുപാടൊരു സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് പഴയ കാലത്തെ ആ ഓർമ്മകളും ഇങ്ങനത്തതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും എവിടെയും കാണൂലല്ലോ. അപ്പോൾ അന്നത്തെ ആ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു സംഭവമൊക്കെ അതിൻ്റെ ഉള്ളിൽ അവർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്ന എന്താണ്, എവിടെ പോയാലും കുറച്ച് ഫോട്ടോസ് എടുത്ത് അതൊക്കെ നമ്മളെ ഓർമ്മയിൽ വെക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ അവിടെയൊക്കെ നിന്ന് നമ്മൾ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ എടുത്ത്. ഇതാണ് നാം പറഞ്ഞ ചെറിയൊരു കട, തപാൽ ഓഫീസിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട് അതിൻ്റെ മുകളിൽ. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ ഇതുപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ ജിയക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടാ. പക്ഷെ അവൾക്ക് ഇതൊന്നുമല്ല. അവൾക്ക് ഭയങ്കര സന്തോഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. എന്തൊക്കെയോ ചെയ്യണമെന്നറിയില്ല. എവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോസ് എടുക്കണമെന്നോ എന്തൊക്കെയോ ഓൾക്ക്. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അവിടെ നിന്നൊരു ഫോട്ടോ എടുപ്പിച്ചിന്ന്, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുപ്പിച്ചിന്ന്, റീൽസ് ഇടണമെന്ന് പറയുന്നു. എന്തൊക്കെയോ ഓൾക്ക് ഭയങ്കരം. സംഭവം കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നേരിട്ട് കാണുമ്പോൾ. പിന്നെ മഴയൊക്കെയുള്ള സമയമാണ്. നമ്മളന്ന് ചെന്നന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. കുട വിരിഞ്ഞതുപോലൊക്കെ അതോ ഓരോ ചെടിയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത് പോകുന്നത് അത് കണ്ടിട്ടാണ്. ആനൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കണം.
അങ്ങനെ നമ്മൾ എടുത്തു കൊടുത്ത്. മക്കളെ സന്തോഷമല്ലേ, എന്തൊക്കെ അവർക്ക് പിന്നീടൊന്നും നമുക്കായാലും അവർക്കായാലും ഇതൊക്കെ നമുക്ക് ഓർക്കാണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് റീൽസൊക്കെ എടുത്ത് കുറച്ച് കോമഡി സീനൊക്കെ ഉണ്ടാക്കി വെച്ച്. ഇനി നമ്മളെടുത്ത് പോകുന്നത് മരുഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, നേരത്തെ കാണിച്ചു തന്നില്ലേ. പിന്നെ അവിടെ പോയപ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ മരുഭൂമിയിൽ ചെന്നൊരു ചെറിയൊരു ഫീല്. ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഓരോരുത്തർ ചോദിക്കാം, നീ പോയോ, നീ അവിടെ അല്ലേ, എവിടെ സ്ഥലം. അത്രയും ഭംഗിയുണ്ട് ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ. നല്ല ക്ലൈമറ്റാണ് നമ്മൾ ഏതായാലും അവിടെ എത്തിയ സമയത്ത്. അതുകൊണ്ട് നല്ല ചൂടുണ്ട് മണലിനൊക്കെ കേട്ടോ. നമ്മളെ ഒട്ടകപ്പുറത്തൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ച്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുക, നല്ല ചൂട്, ഇരിക്കാനൊന്നും പറ്റില്ല. എന്നാലും പറ്റുന്ന പോലെ നമ്മൾ അവിടെ ഏതായാലും എത്തിപ്പെട്ടല്ലോ. അപ്പം നമുക്ക് ഇതൊക്കെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറ്റുന്ന രൂപത്തിൽ എന്തായാലും ആ ഒരു ചൂട് സഹിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. മക്കളൊക്കെ ഞാൻ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്മേലൊന്ന് കയറിയിരിക്കണം. ഏതായാലും നമ്മൾ ഗൾഫിലൊക്കെ എത്തിയിട്ടൊക്കെ വേണ്ടേ, എത്തിപ്പെട്ട് ഇതുപോലെയൊക്കെ കയറാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമ്മളെ കണ്ണു മുന്നിൽ കിട്ടിയ ഒരു അവസരം എന്തായാലും നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. അപ്പം നമ്മളെന്തായി, ഒരു ചെറിയൊരു റീൽസിന് വേണ്ടിയിട്ട് അതിന് കയറി നിൽക്കുക. നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒന്ന് കയറി നോക്കാമല്ലോ എന്ന് കരുതി. കയറി നോക്കിയിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മിസ്സായിരുന്നു. അങ്ങനെ കണ്ട സ്ഥലത്ത് മുഴുവൻ എൻ്റെ ജിയമോളെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടുന്ന് മക്കൾക്ക് 2 ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ട് അവിടുന്ന് തിരിക്കാമല്ലോ എന്ന് കരുതി. 3-4 മണിക്കൂർ എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അധികം ആളുകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല സുഖമായിരുന്നു. ആളുകളുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന ഓരോ വീഡിയോസിന് മറ്റാളുകൾ ഇങ്ങനെ പെടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നമ്മൾ സ്വന്തം കോട്ടക്കുന്ന് ടിക്കറ്റ് എടുത്ത് പോയ ഒരു ഫീൽ ആയിരുന്നു. ഇങ്ങോട്ട് കയറുമ്പോഴൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ആ മിറാക്കിൾ ഗാർഡൻ്റെ അവിടെ വേറൊരു ടിക്കറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചത് നമ്മളൊരു 1:30-2 മണി അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മളവിടുന്ന് തിരിച്ച് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം അത് നമുക്ക് മുഖ്യമാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. നമ്മൾ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കാരവൻസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് റോഡിൽ. അപ്പോൾ നമുക്കവിടെ പാർക്കിംഗ് കിട്ടാത്ത കാരണം റെസ്റ്റോറൻറ്റ് ഒരു പയ്യൻ വന്നിട്ട് നമ്മളെ കാറായിട്ട് പോയി. അവൻ പോയി പാർക്ക് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ നല്ല തിരക്ക്. നമ്മൾ തപ്പി പിടിച്ച് ഏതായാലും ഭക്ഷണത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു ചിക്കൻ മന്തിയും ഫ്രൈഡ് റൈസായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പം നമ്മളെ വർക്ക് എവിടെ പോയാലും നമ്മൾ ഫിനിഷ് ആക്കണമല്ലോ, അതിൽ നമ്മളെല്ലാവരും ബെസ്റ്റാണ്. പിന്നെ അത്രയും വിശന്നിരുന്നിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ.